കോവിഡ് സമയത്ത് തന്നെ ക്വാറന്റൈൻ പീരീഡിൽ നാട്ടിൽ വന്നു. ഇപ്പോൾ ആ 2 ആഴ്ച പുറത്ത് പോകാതെ പറ്റാത്ത സമയത്താണ് ഓൺലൈനിൽ ഞങ്ങൾ ഈ കമ്പനി പോലും രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കേരളത്തിൽ ട്രിവാൻഡ്രത്ത് സ്പെഷ്യലി കോവിഡ് ഭയങ്കരമായിട്ട് പിന്നെ കൂടുകയും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനിൽ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുമ്പം ദൈവാനുഗ്രഹം കൊണ്ടായി ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറീസ് വരാൻ തുടങ്ങി. സോ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഗൾഫ് വിടുന്നതിന് മുമ്പ് എൻ്റെ പല ഫ്രണ്ട്സും ഈ ഒരു ബിസിനസ്സിൽ താല്പര്യം കാണിച്ചുകൊണ്ട് പലരും ഞങ്ങളിതിൻ്റെ ഫ്രാഞ്ചൈസി മോഡൽ ഒരു ബിസിനസ് ഞങ്ങൾ എടുത്തു. അവർ പൈസ തന്നു, നമ്മൾ അവർക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്തു. എഗെയിൻ പ്രൊഡക്റ്റ് പ്രൈസും കുറച്ച് കൂടുതലായിരുന്നു, കാരണം മാർക്കറ്റിൽ പേപ്പറിന് വില വളരെ കൂടുതലായിരുന്നു, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വളരെ കൂടുതലായിരുന്നു. കോവിഡും കൂടെ ആയതുകൊണ്ട് ആ ഒരു മോഡലിൽ അൺഫോർച്ചുനേറ്റ്ലി വർക്കൗട്ട് ആയില്ല. സോ വാട്ട് വി ക്യാൻ ഡു നെക്സ്റ്റ് എന്നുള്ള ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഓൾറെഡി ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് വി വെന്റ് ടു ട്രിവാൻഡ്രം ഹിൽട്ടൺ ഗാർഡൻ, ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ചെന്ന് അതാണ് ഞങ്ങൾ ആദ്യത്തെ കസ്റ്റമേഴ്സ്. സോ ഞങ്ങൾ അവർക്ക് ഫുഡ് പാക്കേജിങ് സപ്ലൈ ചെയ്തു തുടങ്ങി. ദെൻ വി ഗ്രാജുവലി സ്റ്റാർട്ടഡ് ടു സപ്ലൈയിങ് ടു അതർ ഹോട്ടൽസ് ലൈക്ക് ലീല, കോവളം, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. ഈ സപ്ലൈ ചെയ്യുന്നതിനിടയ്ക്കാണ് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പല നെറ്റ്വർക്ക് ഉണ്ട് മാനുഫാക്ചറിങ് യൂണിറ്റുമായിട്ട് നോർത്ത് ഇന്ത്യയിൽ പലതും. ഈ കോവിഡ് സമയത്താണ് ഞാനും വൈഫും ഓൾമോസ്റ്റ് 2 ആഴ്ച കോവിഡ് സമയത്ത് വിത്തിൻ റെസ്ട്രിക്റ്റഡ് ആ ട്രാവൽ റെഗുലേഷൻ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ട്രാവൽ ചെയ്തു. ഈ നെറ്റ്വർക്ക് എല്ലാം ബിൽഡപ്പ് ചെയ്തു, പ്രൊഡക്ട്സ് കൊണ്ടുവന്നു, സപ്ലൈ ചെയ്ത് തുടങ്ങി. ട്രിവാൻഡ്രം അനന്തപുരി ഹോസ്പിറ്റൽ, കിംസ് ഹോസ്പിറ്റൽ,